അപകടം പറ്റിയെത്തിയ രോഗിയെ ചികിത്സിക്കുന്നതിൽ കാലതാമസമുണ്ടായെന്നാരോപിച്ച് രോഗിയോടൊപ്പം വന്നയാൾ ബഹളം വെച്ചു. ആശുപത്രി ജീവനക്കാർക്കു നേരെ അക്രമാസക്തനായി. പ്രശ്നം രൂക്ഷമാകുമെന്ന് തോന്നിയപ്പോൾ തന്നെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സിംഗ് ഓഫീസർ പാനിക് അലാം മുഴക്കി. നഴ്സിംഗ് സൂപ്രണ്ടിനെ വിളിച്ചു. നഴ്സിംഗ് സൂപ്രണ്ട് കോഡ്ഗ്രെ അനൗൺസ് ചെയ്തു. ആശുപത്രി സൂപ്രണ്ടിനെ വിവരം അറിയിച്ചു. എയ്ഡ് പോസ്റ്റിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഹോംഗാർഡ് പാനിക്കലാം മുഴങ്ങിയപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. സെക്യൂരിറ്റി ജീവനക്കാരെത്തി രോഗിയോടൊപ്പം വന്നയാളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. അയാൾ ശാന്തനായില്ല. തുടർന്ന് പോലീസ് എത്തി ഇയാളെ കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ആരോഗ്യവകുപ്പും പോലീസ് വിഭാഗവും ചേർന്ന് നടത്തിയ കോഡ്ഗ്രെ മോക്ഡ്രില്ലിലാണ് ഇക്കാര്യങ്ങൾ ഉണ്ടായത്. മോക്ഡ്രില്ലിന് ശേഷം ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനന്ത് എമ്മിന്റെ നേതൃത്വത്തിൽ ആശുപത്രി സൂപ്രണ്ടിന്റെ ക്യാബിനിൽ കൂടിയ യോഗത്തിൽ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. 2023 ഹോസ്പിറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് അമെന്റ്മെന്റ് നടത്തുകയുണ്ടായി. അതനുസരിച്ച് തന്നെ ആശുപത്രിക്കും ആശുപത്രി ജീവനക്കാർക്കും എതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ തടയപ്പെടേണ്ടതാണ്. അഥവാ അങ്ങനെ ഒരു ആക്രമണങ്ങൾ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 6 മാസം തുടങ്ങി 2 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണെന്നും അതുപോലെ തന്നെ 50,000 രൂപ മുതൽ 2 ലക്ഷം വരെ പിഴയടയ്ക്കാവുന്ന കുറ്റമാണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ പൊതുജനങ്ങളെ മനസ്സിലാക്കിപ്പിക്കേണ്ടതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ആശുപത്രി ജീവനക്കാർ എങ്ങനെയാണ് ഇതിനെ നേരിടേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു കോഡ്ഗ്രെ എന്നുള്ള രീതിയിൽ ഒരു മൊഡ്യൂൾ തന്നെ തയ്യാറാക്കി. സമയം നഷ്ടപ്പെടുത്താതെ പ്രതികരിച്ചത് വിഷയങ്ങൾ നേരിടുന്നതിൽ ജീവനക്കാർ ആർജിച്ച ജാഗ്രതയാണെന്ന് യോഗം വിലയിരുത്തി. ഡെപ്യൂട്ടി DMO ഡോക്ടർ അനന്ത് എം, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാജി എസ്, RMO ഡോക്ടർ ശ്രീപ്രസാദ്, ലേ സെക്രട്ടറി രജീഷ്, നഴ്സിംഗ് സൂപ്രണ്ട് അനിത, ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ് വിന്ധ്യ എസ്, സീനിയർ നഴ്സിംഗ് ഓഫീസർമാർ PRO മഞ്ജുഷ തുടങ്ങിയവർ പങ്കെടുത്തു. അടിയന്തരമായിട്ട് അലാം അടിക്കാനും അതിനുശേഷം കോഡ്ഗ്രെ അനൗൺസ് ചെയ്യുക എന്നുള്ളൊരു സംവിധാനമാണ്. അത് എല്ലാ മേജർ ഹോസ്പിറ്റലുകളും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കായംകുളം ആശുപത്രിയിൽ ഇന്ന് ചെയ്തത്. അതുകൊണ്ട് പുറത്തുനിന്ന് നമ്മുടെ ആശുപത്രിയിലെ ജീവനക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അല്ലെങ്കിൽ അക്രമം ഉണ്ടാവുകയോ അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ കോഡ്ഗ്രെ പ്രോട്ടോക്കോള് അനൗൺസ് ചെയ്യും. ന്യൂസ് ബ്യൂറോ, കായംകുളം.